ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറച്ച് നാരങ്ങ വാങ്ങി നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തതാണ്. അത് 4 പീസായിട്ടാണ് ഒരു നാരങ്ങ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. 4ആയിട്ടോ 2ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു സ്റ്റീലിൻ്റെ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. സ്റ്റീലോ നോൺ സ്റ്റിക്കോ എടുക്കാൻ നോക്കുക, അലുമിനിയം എടുക്കരുത് എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് ചീനച്ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നാരങ്ങയുടെയും എരിവിൻ്റെയും ഒക്കെ ഒരു അളവ് പോലെ എടുക്കുക. അതിൻ്റെ അളവൊന്നും എനിക്ക് പറയാനറിയില്ല. അപ്പം ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാടൊന്നും വേവിച്ചെടുക്കേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. പെട്ടെന്ന് അടി പിടിച്ച് പോകാതെക്കാനായിട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. വീണ്ടും പറയാണ്. അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇന്നലെ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ കേട്ടോ. അപ്പം നാരങ്ങയിൽ വേറെ വെള്ളമൊന്നുമില്ല, നാരങ്ങയും ഉപ്പും കൂടെ മിക്സ് ആയതിൻ്റെ വെള്ളമാണ് അതിലേക്ക് ആയത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ അടുത്തത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ച അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടീൻ്റെ വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പം ഞാൻ തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ടേസ്റ്റിനുള്ള പൊടികളോ മസാലകളോ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാനെല്ലാം വീട്ടിൽ തന്നെ റെഡിയാക്കാറാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇന്നലെ ഉപ്പും നാരങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല. പിന്നെ വിനാഗിരി കുറച്ച് ഒഴിക്കുക. അതൊക്കെ ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നാരങ്ങച്ചാർ റെഡി.